സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇന്നലെ അത് ഒരു ഉപവാസ സമരമായി ആരംഭിച്ചതാണ്. ആ ഉപവാസ സമര പന്തലിൽ നിന്നാണ് ഈ നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിന് കാരണമായത് ഉച്ചയ്ക്ക് നടന്ന ഇന്നലെ പകൽ കോതമംഗലം നഗരത്തിൽ നടന്ന വലിയ പ്രതിഷേധങ്ങളാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം കോൺഗ്രസുകാർ ഏറ്റെടുത്ത് ആ മൃതദേഹവുമായി നടുറോഡിൽ സമരം നടത്തുന്നു, റോഡ് ഉപരോധിക്കുന്നു. തുടർന്ന് പോലീസിന്റെ ലാത്തിച്ചാർജ്, ബലം പ്രയോഗിച്ച് പോലീസ് ആ മൊബൈൽ മോർച്ചറി ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയായിരുന്നു. ശേഷം ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. അപ്പോഴും ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധം തുടർന്നു. ഉപവാസ സമരം അത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ സർക്കാരിന്റെ നിഷ്ക്രിയത്വം ആരോപിച്ചുകൊണ്ടായിരുന്നു. ഇന്ദിരയുടെ കുടുംബത്തിന് നീതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തലയാണ്. അതിനുശേഷം അദ്ദേഹം മരിച്ച് ഇന്ദിരയുടെ വീട്ടിൽ സന്ദർശിക്കാൻ പോയി. ഡീൻ കുര്യാക്കോസ് ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ നേതാക്കൾ ഈ മരിച്ച ഇന്ദിരയുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് മറുവശത്ത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും ഒപ്പം മാത്യു കുഴൽനാടനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നടപടി നടന്നത് പക്ഷേ അതൊരു കൃത്യമായ തീരുമാനത്തോടുകൂടി നേരത്തെ തന്നെ പോലീസ് കൃത്യമായ തയ്യാറെടുപ്പുകളോടെ നടത്തിയ ഒരു അറസ്റ്റ് ചെയ്യുന്നത് വ്യക്തമായിരുന്നു. വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു. മറ്റ് സമീപ സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെ ഫോഴ്സിനെ അങ്ങോട്ടേക്ക് വിന്യസിച്ചുകൊണ്ട് നടത്തിയൊരു നടപടിക്രമമായിരുന്നു. അപ്രതീക്ഷിതമായ അസാധാരണമായ ഒരു അറസ്റ്റ് നീക്കം തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് പകലോ മറ്റോ ഇവരെ വിളിച്ചു വരുത്തുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ തുടർ നടപടികളിലേക്ക് പോകുകയോ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചതാണ്. അപ്പോഴും രാത്രി വൈകി അങ്ങനെ ഒരു കസ്റ്റഡിയിലെടുക്കൽ പ്രതീക്ഷിച്ചതല്ല, ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കൂ. ആ അറസ്റ്റിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം കോതമംഗലത്തുണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരത്തും പ്രതിഷേധ സാഹചര്യമുണ്ടായി. പൂക്കോട് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിഷേധത്തിലാണ്, സമരത്തിലാണ്. നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംസ്ഥാന അധ്യക്ഷന്മാരും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായ ജെബി മേത്തറും ആ സമരപന്തലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. ആ മാർച്ചിലും പോലീസുമായി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ രാത്രി വൈകിയും പോലീസുമായി 12 മണിക്ക് ശേഷം പ്രവർത്തകർ തർക്കത്തിലേർപ്പെടുന്നു, ഉന്തും തള്ളുമുണ്ടാകുന്നു. അവിടേക്ക് പ്രതിപക്ഷ നേതാവും ലിജിയും അടക്കമുള്ള നേതാക്കൾ എത്തുന്നു. പ്രതിപക്ഷ നേതാവ് തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിൻ്റെ നടപടികൾക്കെതിരെ, അറസ്റ്റിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. മുന്നറിയിപ്പുകളോടുകൂടിയാണ് അദ്ദേഹം ആ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഏതെങ്കിലും തരത്തിൽ നേതാക്കൾക്കെതിരെ ശാരീരികമായ മർദ്ദനമുണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാർ നേതാക്കളുടെ മേൽ കൈവച്ചാൽ കടുത്ത നടപടികൾ അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധമുണ്ടാകും, ഞങ്ങളെല്ലാവരെയും തല്ലേണ്ടി വരും പോലീസിന് പിന്നീട് എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നറിയിപ്പ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രകോപനവും ഉണ്ടാകരുത്, അല്ലാത്ത പക്ഷം അത് സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒക്കെ സ്വഭാവം മാറ്റും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളും ഉണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. സർക്കാരിൻ്റെ പ്രതിരോധത്തിലാവുന്ന ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലൂടെ ജനശ്രദ്ധ തിരിച്ചുവിടാനും മാധ്യമശ്രദ്ധ തിരിച്ചുവിടാനുമാണ് നീക്കം. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ രാത്രിയിൽ മുതിർന്ന നേതാക്കളെ MLAയും DCC പ്രസിഡന്റിനെയും ഉൾപ്പെടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്താണെന്നറിയില്ല, അവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തമാക്കാതെയുള്ള ഇത്തരത്തിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയുണ്ടായി. ഇതിനിടയിൽ തന്നെ കോതമംഗലം സ്റ്റേഷനിലേക്ക് മുഹമ്മദ് ഷിയാസിനെയും എത്തിച്ചു. തുടർന്നാണ് സംഘർഷ സാഹചര്യങ്ങൾക്കും ഒപ്പം തന്നെ പ്രതിഷേധ സ്വരങ്ങൾക്കുമൊക്കെ ഒരു അയവ് വന്നത്. ഒരു വശത്ത് കോതമംഗലത്തെ ഉപവാസ സമരത്തിൽ ആ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല തന്നെ അവിടെ തുടർ ദിവസങ്ങളിൽ സമരങ്ങൾ ഉണ്ടാവും, ഇത്തരത്തിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള നടപടികളിലേക്ക് കടന്നാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകും, സർക്കാർ അത് നേരിടേണ്ടി വരും, പോലീസും സർക്കാരിനും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഇടുക്കി DCC പ്രസിഡന്റ്, ഇടുക്കി MP ആയ ഡീൻ കുര്യാക്കോസ്, എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തന്നെ ആ സമരപ്പന്തലിൽ തുടരുകയും കൂടുതൽ പ്രവർത്തകർ കോതമംഗലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഏതായാലും മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ്. വൈകുന്നേരം 6 മണിക്ക് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത ഉപവാസ സമരം രാത്രിയിലും ആ സമരവേദി സജീവമാകുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇതൊരു വന്യജീവി സംഘർഷവും അതുമായി ബന്ധപ്പെട്ട് മലയോര മേഖലകളിലെ മനുഷ്യരുടെ അരക്ഷിതാവസ്ഥയിലും സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രതിഷേധമായിരുന്നെങ്കിൽ അത് പോലീസ് നടപടിക്കെതിരെ കൂടിയുള്ള രൂക്ഷമായ വിമർശനത്തിലേക്കും തുടർ പ്രക്ഷോഭങ്ങളിലേക്കും സർക്കാരിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കൂടിയൊക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരെ
ഗുരുതര ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പോലീസ് നടപടി മുമ്പ് സമാനമായ സാഹചര്യമുണ്ടായത് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ, ആ സമയത്തൊക്കെയുള്ള പോലീസ് നടപടികൾ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തുടർ പ്രക്ഷോഭങ്ങൾ, സംസ്ഥാനത്താകെ യൂത്ത് കോൺഗ്രസ് വലിയ സമരത്തിലേക്ക് പോയി. തുടർന്ന് രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനാവുന്ന ഘട്ടമൊക്കെയും വലിയ ആവേശകരമായ സ്വീകരണം നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസും ഒക്കെ ആ സമരം ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്നത്തെ ഈ പോലീസ് നടപടിയും ആ തരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നത്. പകപോക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, പല ഘട്ടത്തിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യമുനയിൽ സഭയ്ക്കകത്തും പുറത്തു നിർത്തിയിട്ടുള്ള മാത്യു കുഴൽനാടനെ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. മുഹമ്മദ് ഷിയാസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുണ്ട്. അതിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും എറണാകുളം ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങൾ നവകേരള സദസ്സിൻ്റെ ഘട്ടത്തിൽ, ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരിങ്കൊഴി കാണിച്ചതിന് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ അവരെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി അവിടെ നിന്ന് ജാമ്യം നേടുന്നത് വരെ സമരം തുടരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പോലീസിനും CPM-നും തലവേദന സൃഷ്ടിക്കുന്ന രണ്ട് നേതാക്കൾ, കണ്ണിലെ കരടായ രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. എറണാകുളത്ത് നിന്നുള്ള മുഹമ്മദ് ഷിയാസ് ആവട്ടെ, മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടനാവട്ടെ, ഇരുവരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി എന്ന് തന്നെ ഇതിനെ കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം നേതാക്കൾ വിശേഷിപ്പിക്കുന്നുണ്ട്. എബിൻ ജോസ് തുടരുന്നുണ്ട്. എബിൻ, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അവിടുത്തെ നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? ഗൂഗിൾ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇവർ രണ്ടുപേർക്കും ഏകദേശം ജാമ്യം ലഭിക്കുമെന്നുള്ളത് പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇടക്കാല ജാമ്യം അനുവദിക്കുമെന്നുള്ളതാണ് വ്യക്തമാവുന്ന ഒരു ഇടക്കാല ജാമ്യം. അതായത് വീണ്ടും നാളെ ആ കേസ് പരിഗണിച്ച് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇടക്കാല ജാമ്യത്തിലേക്ക് കോടതി കടന്നേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന, പുറത്തുനിന്ന് നിൽക്കുന്ന അഭിഭാഷകരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു സൂചന. ഏതായാലും നിലവിൽ നേരത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റു പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ ഇവർക്കും ജാമ്യം അനുവദിക്കാതിരിക്കാൻ സാഹചര്യമില്ല എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഇടക്കാല ജാമ്യം എന്നുള്ള രീതിയിലേക്ക് കോടതി കടന്നിരിക്കും. കാരണം ജനപ്രതിനിധിയും ജില്ലയിലെ മുതിർന്ന നേതാവും അടക്കമുള്ള ആളുകളുണ്ട്. നേരത്തെ ഈ കേസിൽ, ഇതേ സമാനമായ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കും ഇടക്കാല ജാമ്യം അനുവദിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൃത്യമായ കോടതിയുടെ കൃത്യമായ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവ് ലഭിച്ചാലാണ് ഇത് ഏത് രീതിയിലാണ് ഇത് പരിഗണിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതെങ്കിലും കൃത്യമായ ഒബ്ജക്ഷൻസ് കോടതി ഇതിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായും ഇത് ഏത് രീതിയിലാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക എന്നുള്ളത് അല്പസമയത്തിന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ അകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇടക്കാല ജാമ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഗൂഗിൾ ക്ഷമരായി പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്. ഉപവാസ സമരവേദിയിലും കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവിടെ മുതിർന്ന നേതാക്കളുണ്ട്. രമേശ് ചെന്നിത്തല, ഡീൻ കുര്യാക്കോസ്, എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയ ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ സജീവമായി കോതമംഗലത്തെ കോൺഗ്രസിന്റെ ഉപവാസ സമരവേദി, അവിടെ പോലീസ് നടപടിയോടുകൂടി കൂടുതൽ പ്രവർത്തകർ എത്തുന്നു. അറസ്റ്റ് നടപടിയോടുകൂടി വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷന് മുന്നിലും വലിയ പ്രവർത്തകരുടെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. ഇടക്കാല ജാമ്യം ലഭിക്കുമോ അതല്ല നാളെ ഈ കേസിലൊരു വിശദമായ ഒരു വാദം കേൾക്കുമോ, ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, അതിൻ്റെ തെളിവുകൾ സംബന്ധിച്ചൊക്കെ വിശദമായ വാദം നടക്കുമോ, അതല്ല നേരെ ഇന്ന് തന്നെ റിമാൻഡിലേക്ക് പോകുമോ? പല സാധ്യതകളാണ് മജിസ്ട്രേറ്റിന് മുന്നിലുള്ളത്. അതിലെന്തായാലും മജിസ്ട്രേറ്റിൻ്റെ തീരുമാനം, ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഏത് തരത്തിലുള്ളൊരു നടപടിയാണ് മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നതാണ് ആകാംക്ഷ. ഏതായാലും പ്രവർത്തകർ, നേതാക്കളൊക്കെ മജിസ്ട്രേറ്റിൻ്റെ വീടിന് പുറത്തുണ്ട്. മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായും ഈ അറസ്റ്റിലായ നേതാക്കളെ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് പോലും ഒഴിവാക്കുന്ന തരത്തിലാണ് പോലീസിൻ്റെ ഇടപെടലുണ്ടായത്.
മാധ്യമപ്രവർത്തകർ ഈ വാഹനത്തെ പിന്തുടരാതിരിക്കാൻ കൃത്യമായി ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്നത്തെ പോലീസ് നടപടികളാകെയും അത് കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കൂടിയാലോചനകൾക്ക് ശേഷമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ മാത്യു കുഴൽനാടൻ MLA യും ഒപ്പം മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് കൃത്യമായ ഈ ഒരു ആരോപണത്തെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും. വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു കോതമംഗലം നഗരത്തിലാകെയും. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോഴുൾപ്പെടെ ഓരോ ഘട്ടത്തിലും പോലീസ് കൃത്യമായ തയ്യാറെടുപ്പോടുകൂടിയാണ് നിന്നത് എന്ന് മനസ്സിലാക്കുന്നു. 150-ലേറെ പോലീസുകാർ സമരപ്പന്തലിലേക്ക് ഇരച്ചു കയറി എന്നതാണ് രമേശ് ചെന്നിത്തല 24-നോട് പ്രതികരിച്ചത്. അദ്ദേഹം അവിടെ സംസാരിച്ച് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രയുടെ വീട്ടിലേക്ക് സന്ദർശനത്തിന് പോയ സമയത്താണ് ഈ സംഭവവികാസങ്ങളൊക്കെ രാത്രിയിൽ അവിടെ അരങ്ങേറുന്നത്. ജാമ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട്. അവിടെ മജിസ്ട്രേറ്റിൻ്റെ വീടിനുള്ളിലുള്ളത് ഈ 2 അറസ്റ്റിലായിരിക്കുന്ന നേതാക്കൾ മുഹമ്മദ് ഷിയാസും ഒപ്പം മാത്യു കുഴൽനാടനും പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും മാത്രമാണ്. അവർ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലാകും എന്താണ് മജിസ്ട്രേറ്റിൻ്റെ തീരുമാനം അല്ലെങ്കിൽ നടപടി എന്നത് അറിയേണ്ടിയിരിക്കുന്നു. അതിനുള്ള ആകാംക്ഷയിലാണ്. ഏതായാലും മറുവശത്ത് അവിടെ കോതമംഗലത്തെ സമരം തുടരുകയാണ്. അതിനി വന്യജീവി സംഘർഷത്തിലെ സർക്കാർ നിഷ്ക്രിയത്വം ആരോപിച്ചുകൊണ്ടുള്ള ഇന്നലെ ആരംഭിച്ച ഉപവാസ സമരം എന്നതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ നടപടി, ജനകീയ സമരങ്ങളോട് പോലീസ് ഇതിനെ അടിച്ചമർത്താനുള്ള തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു. നേതാക്കളെ ഉൾപ്പെടെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നു. അസ്വാഭാവികമായും അസാധാരണമായും ഇടപെടുന്ന പോലീസ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒരുങ്ങുന്നത്. അത് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ വാക്കുകളിൽ വ്യക്തമാണ്. ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറിയിരുന്നു. ഇവരെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത സാഹചര്യമുണ്ടായിരുന്നു. ആ സംഭവങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇടക്കാല ജാമ്യം എബിൻ ജോസ് ചേരുന്നുണ്ട്. എബിൻ, എന്താണ് നിലവിൽ അവിടെ നിന്ന് വരുന്ന വിവരം? ജാമ്യം ലഭിച്ചിട്ടുണ്ടോ അതോ റിമാൻഡാണോ? ഇരു നേതാക്കൾക്കും ഇടക്കാല ജാമ്യം ലഭിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം മാത്യു കുഴൽനാടനും ഒപ്പം മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റത്തിൽ വിശദമായ വാദം നാളെയോ അടുത്ത ദിവസമോ നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും റിമാൻഡ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ പോലീസിന്റെ ചാർജ് ഷീറ്റിലെ പോലീസിന്റെ ചാർജുകളിലുള്ള വാദം എന്തായാലും നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തൽക്കാലം ഇടക്കാല ജാമ്യം എന്ന വിവരം വരുന്നു. എബിൻ, എന്താണ് മജിസ്ട്രേറ്റിന്റെ തീരുമാനം? ഗോകുൽ, ഇടക്കാല ജാമ്യം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇതിൽ ഏതൊക്കെ നിർദ്ദേശങ്ങളായിരിക്കും കോടതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അല്പസമയത്തിനകം മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇടക്കാല ജാമ്യമാണ് ഇപ്പോൾ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അഭിഭാഷകരടക്കം അകത്താണ് ഇരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ കോടതി ഏതെങ്കിലും മാനദണ്ഡങ്ങൾ ഈ ജാമ്യത്തിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിലവിലത്തെ സൂചന നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇടക്കാല ജാമ്യം ഇരുവർക്കും, മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് എറണാകുളം, അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ MLA-ക്കും ഇടക്കാല ജാമ്യമാണ് ഇപ്പോൾ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ മണിക്കൂറുകൾ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇതേ കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകർക്ക് സ്റ്റേഷൻ ജാമ്യവും അതുപോലെ തന്നെ അനുവദിക്കുകയും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയപ്പോഴും ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത്. അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ നിലവിൽ MLA-ക്കും അതുപോലെ തന്നെ DCC പ്രസിഡന്റിനും നൽകിയിരിക്കുന്നത്. ഇടക്കാല ജാമ്യം ഇതിൽ അനുവദിക്കുന്നു. ഈ കേസിൽ കൃത്യമായ വാദം, വിശദമായ വാദം നാളെ കോടതി കേൾക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഏതായാലും നിലവിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നമുക്കറിയാം, കുറെ നേരമായി നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നത്. നമുക്കറിയാം, വൈകുന്നേരമായപ്പോഴാണ് ഈ കോതമംഗലത്ത് ഈ ഉപവാസ സമരപ്പന്തലിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിൽ പരസ്പര ആരോപണങ്ങൾ ഇരുഭാഗത്തുനിന്നും ഉണ്ടായി. പോലീസ് ജീപ്പ് പ്രവർത്തകരെ അടിച്ചു തകർത്തു എന്ന് പോലീസ് ആരോപിക്കുമ്പോൾ പോലീസ്
നേരിട്ട് സമരപ്പന്തൽ സമാധാനപരമായി നടന്ന സമരപ്പന്തലിലേക്ക് അതിക്രമിച്ചു കയറുകയാണെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. മുതിർന്ന നേതാക്കളടക്കം സമരപ്പന്തലിൽ എത്തി മണിക്കൂറുകളോളം സമരം തുടരുന്ന സാഹചര്യമുണ്ടായി. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ സമരപ്പന്തലിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് മാത്തിക്കുഴനാടൻ MLA മാറ്റുന്നു. മുഹമ്മദ് ഷിയാസിനെ ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോയതെന്ന് അറിയാതെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന സാഹചര്യം. പിന്നീട് മുഹമ്മദ് ഷിയാസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലും മണിക്കൂറുകൾ നീണ്ട് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ മണിക്കൂറുകളോളം നീണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നേരിട്ടെത്തി ഹാജരാക്കിയത്. ആ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഇപ്പോൾ ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ മാനദണ്ഡങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഈ മാത്തിക്കുഴനാടൻ MLAയും മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ അവരുടെ അഭിഭാഷകരും പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഏറ്റവും അടുത്ത കാര്യം പറയാനുള്ളത് ഇവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പുറത്ത് ഈ മജിസ്ട്രേറ്റിന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഏത് രീതിയിലായിരിക്കും ഇവരുടെ സമരവും പ്രതിഷേധവും മുന്നോട്ട് പോവുക എന്നുള്ളത് കാണേണ്ടതുണ്ട്. കാരണം ഉപവാസ സമരം പ്രഖ്യാപിച്ചിരുന്നത് എൽദോസ് കുന്നപ്പള്ളി MLAയും മാത്തിക്കുഴനാടൻ MLAയും ആയിരുന്നു. ഈ സമരപ്പന്തലിലേക്ക് ഇവിടെ നിന്ന് പ്രകടനമായി പോവാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി വൈകിയും നിരവധി പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷനിലേക്കും ഉപവാസ സമരപ്പന്തലിലേക്കും എത്തിയ സാഹചര്യത്തിൽ ജാമ്യവും അനുവദിച്ച സാഹചര്യത്തിൽ ഇത് വലിയൊരു സമരമാക്കി മാറ്റുവാനുള്ള സാഹചര്യം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ നേതാക്കൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണവും അതുപോലെ തന്നെ ഏത് വ്യവസ്ഥകളാണ് ഈ ജാമ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ കോൺഗ്രസ് ആരോപിച്ചിരുന്നത് ഇതൊരു കള്ളക്കേസ് തന്നെയാണ്. കാരണം സർക്കാരിനെതിരെയും അതുപോലെ തന്നെ CPM-നെതിരെയും രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന രണ്ട് നേതാക്കളെയാണ്, കോൺഗ്രസിന്റെ നേതാക്കളെയും ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്തിക്കുഴനാടൻ MLA സംബന്ധിച്ചിടത്തോളം നിരന്തരം സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ വൈരാഗ്യം നിമിത്തമാണ് ഈ പോലീസ് സമരപ്പന്തലിൽ സമാധാനമായി നടന്ന സമരപ്പന്തലിൽ കയറി അക്രമം നടത്തുകയും ഈ നേതാക്കളെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പലപ്പോഴും മറ്റ് സമരങ്ങളിൽ പോലും കാണാത്ത രീതിയിലുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അധിക നേരം ഇവരെ വെച്ചുകൊണ്ടിരുന്നത് പോലും ഗുരുതര കുറ്റങ്ങൾ ചുമത്തി ഏതെങ്കിലും രീതിയിൽ റിമാൻഡ് ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഉന്നത തലത്തിൽ അതിന് ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഓരോ സമയത്തും നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെല്ലാം മറുപടിയായിട്ടാണ് ഇപ്പോൾ നിലവിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഈ നേതാക്കൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഏറ്റവും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ നേതാക്കൾ പുറത്തിറങ്ങിയിട്ട് ഏത് രീതിയിലായിരിക്കും ഇവരുടെ പ്രതികരണങ്ങൾ, ഈ ജാമ്യ വ്യവസ്ഥയിലുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇവരുടെ തുടർ സമര പരിപാടികൾ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നാളെ പ്രതിപക്ഷ നേതാക്കൾ അടക്കം കോതമംഗലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ വന്യജീവി ശല്യത്തിൽ ഉൾപ്പെടെ നാളെ ഗുരുതരമായ പ്രതിഷേധ പ്രകടനങ്ങളും കരിദിനവും ആചരിക്കാനാണ് കോൺഗ്രസിന്റെ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അത് ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. കാരണം നേതാക്കളുടെ അറസ്റ്റിലേക്കും ഇത്ര രാത്രി വൈകിയുള്ള പ്രതിഷേധങ്ങളിലേക്കും കടന്ന സാഹചര്യത്തിൽ ഇത് സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് തന്നെ ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുവാനുള്ള ആസൂത്രണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാത്രി വൈകിയും ജില്ലയിലെ പ്രധാന നേതാക്കളും MLA-മാരും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും ഇവിടെ തുടരുന്ന സാഹചര്യമുള്ളത്. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് നേതാക്കൾ പുറത്തിറങ്ങി ഇവരുടെ പ്രതികരണം ഏത് രീതിയിലാണ്, അതുപോലെ തന്നെ ഈ ജാമ്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ കോടതി വെച്ചിട്ടുണ്ടോ. നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചതനുസരിച്ച് നാളെ കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പരിഗണിച്ച ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസിന്റെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാവുമോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ അഭിഭാഷകരടക്കം നേതാക്കളടക്കം മജിസ്ട്രേറ്റിന് മുന്നിലാണ്. ഈ ജാമ്യത്തിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതെല്ലാം ഇതിനു ശേഷം മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ. ഇരു നേതാക്കൾക്കും ഇടക്കാല ജാമ്യം ലഭിക്കുന്നു. അതായത് പോലീസ് ചുമത്തിയ കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസ് ചുമത്തിയിരിക്കുന്ന ചാർജുകളിൽ വകുപ്പുകളിൽ ഒരു വിശദമായ വാദത്തിലേക്ക് പോകാൻ മജിസ്ട്രേറ്റ് തീരുമാനിച്ചിരിക്കുന്നു. അത് ഏത് തരത്തിലാവുമെന്നത് നാളെയാണ്. പോലീസിന്റെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളിൽ നാളെ കോടതിയിൽ വാദത്തിന് ശേഷമായിരിക്കും അത് റിമാൻഡ് ചെയ്യണോ, പോലീസ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ, ഇവർക്ക് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ വകുപ്പുകളിലൊക്കെയുള്ള ഒരു സ്ഥിരീകരണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. ഏതായാലും ഈ ഘട്ടത്തിൽ രണ്ട് നേതാക്കൾക്കും മുഹമ്മദ് ഷിയാസിനും ഒപ്പം മാത്യു കുഴൽനാടനും ഇടക്കാല ജാമ്യം ലഭിക്കുന്നു. ഏതായാലും
ആ ജാമ്യത്തിലുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഉപാധികളോടെയുള്ള ജാമ്യമാണോ, ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ നേതാക്കൾ അവരുടെ അഭിഭാഷകർ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഉടൻ തന്നെ അവർ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചതും. തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ ചായ കുടിച്ചിരിക്കുമ്പോഴായിരുന്നു പോലീസ് കസ്റ്റഡി എടുത്തതെന്നാണ് ആ ദൃശ്യങ്ങളിലേക്ക്. രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ നടന്നത്. ആ സമയത്തെ ദൃശ്യങ്ങളാണ്. റെസ്റ്റോറന്റിൽ നിന്ന് DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ്. ആ സമയത്ത് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതും വളരെ വേഗം തന്നെ അവിടെ നിന്ന് പോലീസ് ജീപ്പ് പോകുന്നത് കാണാം. പ്രവർത്തകർ അത് തടയാൻ ശ്രമിക്കുന്ന പ്രവർത്തകർ അവിടെ ഓടി വീഴുന്നുണ്ട്. ഏതായാലും പോലീസ് വാഹനം അതിവേഗം അവിടെ നിന്ന് ആ സമരപ്പന്തലിന് മുന്നിലൂടെ തന്നെയാണ്, ഉപവാസ സമരപ്പന്തലിന് മുന്നിലൂടെ തന്നെയാണ് പോലീസ് ജീപ്പ് കടന്നുപോയത്. തുടർന്നാണ് അവിടെ വലിയ സംഘർഷമുണ്ടായത്. പോലീസ് വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, പോലീസ് ജീപ്പ് തകർക്കുന്നു, പോലീസ് ബസ്സിന്റെ ചില്ലുകൾ തകർക്കുന്നു. ഒക്കെ സംഭവങ്ങൾ അരങ്ങേറിയത് വൈകുന്നേരത്തെ രാത്രിക്ക് ശേഷം നടന്ന അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളൊക്കെ ഈ മുഹമ്മദ് ഷിയാസിന്റെ അറസ്റ്റിനെ തുടർന്നാണ്. വലിയൊരു സംഘം പോലീസുകാർ റെസ്റ്റോറൻറ്റിനുള്ളിൽ നിന്ന് DCC പ്രസിഡന്റിനെ ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കി പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകുന്നതാണ്. ആ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തകരെ തടയാനെത്തുമ്പോഴേക്കും ജീപ്പ് അതിവേഗം അവിടെ നിന്ന് കടന്നു പോകുന്നുണ്ട്. സമരപ്പന്തലാണ് അപ്പുറത്ത് കാണാവുന്നത്. കോൺഗ്രസിന്റെ ഉപവാസ സമരപ്പന്തലാണ്. മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്ന ആ സമരപ്പന്തലിന് മുന്നിലൂടെ തന്നെയാണ് മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോലീസ് സംഘം ആ ജീപ്പ് പാഞ്ഞുപോയത്. തുടർന്ന് കോതമംഗലം സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, ഇരു നേതാക്കൾക്കും താൽക്കാലിക ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. മാത്യു കുഴനാടൻ MLAയ്ക്കും ഒപ്പം മുഹമ്മദ് ഷിയാസിനും ഇരുവർക്കുമെതിരെ ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. കോതമംഗലത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ ഇരുവർക്കും എതിരെ PDPP ആക്ട്, പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയുള്ള കുറ്റം, അന്യായമായി കൂട്ടം ചേരുക, കലാപാഹ്വാനം, അങ്ങനെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, മൃതദേഹത്തോട് അനാദരവ്, പൊതുമുതൽ നശിപ്പിക്കൽ, അങ്ങനെ വിവിധ കുറ്റങ്ങൾ വകുപ്പുകൾ ചുമത്തിയിരുന്നു. പക്ഷേ ഇടക്കാല ജാമ്യം മജിസ്ട്രേറ്റ് അനുവദിക്കുന്നു.